നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തി വിളിച്ചോതി BJPയുടെ വിമോചന യാത്രയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം. കുമ്മനത്തിന് പതാക കൈമാറി വെങ്കയ്യ നായിഡു യാത്ര ഉദ്ഘാടനം ചെയ്തു. ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. കേരളത്തിൽ BJP നിർണായക ശക്തിയായി മാറുമെന്നും നായിഡു. അപകടം വിട്ടൊഴിയാതെ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത. നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ഒഴിവായത് വൻ ദുരന്തം. കാൽപന്തിന് പിന്നാലെ ക്രിക്കറ്റിലും വിജയത്തിളക്കം. സംസ്ഥാന ഇന്റർ സ്കൂൾ ക്രിക്കറ്റിൽ ജേതാക്കളായ ജില്ലാ ടീമിന് ഉജ്ജ്വല സ്വീകരണം. അവസാനമില്ലാത്ത യാത്രകൾ. NCPയുടെ ഉണർത്തു യാത്രയ്ക്ക് തുടക്കമായി. സമാപനം ഫെബ്രുവരി 5 തിരുവനന്തപുരത്ത്. പരാക്രമം ഡോക്ടർക്ക് നേരെയും. ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെതിരെ ആക്രമണം. മിന്നൽ പണിമുടക്കുമായി ഡോക്ടർമാർ. വാർത്തകൾ വിശദമായി. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു കുമ്മനത്തിന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം ചെയ്തത്. BJP അധികാരത്തിൽ വന്നതോടെ ഭാരതത്തിന്റെ ഗതി മാറിയെന്ന് വെങ്കയ്യ നായിഡു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബുധനാഴ്ച രാവിലെ ഉപ്പളയിൽ കുമ്മനം രാജശേഖരൻ ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു യാത്രാ ലീഡർ കുമ്മനത്തിന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മുതിർന്ന BJP നേതാക്കളായ O രാജഗോപാൽ, PK കൃഷ്ണദാസ്, MT രമേശ്, ശോഭ സുരേന്ദ്രൻ, PS ശ്രീധരൻപിള്ള, നളിൻകുമാർ കട്ടിൽ MP, K സുരേന്ദ്രൻ, K ശ്രീകാന്ത്, സുരേഷ് കുമാർ ഷെട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിമോചന യാത്ര കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും. ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് വൻ റാലിയോടെ യാത്രക്ക് സമാപനമാവും. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. വിമോചനയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം സാമ്പത്തികമായി വളർന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതോടെ ഭാരതത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു അഭിപ്രായപ്പെട്ടു. കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്രയുടെ ഉദ്ഘാടനം ഉപ്പളയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ യശസ്സും പേരും അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള അഴിമതിയും മോദി സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടില്ലെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. For anything, Congress and Communists, they have a habit to blame Modi. If there is no rain, they say Modi. If there is rain, they say Modi. Earlier, they used to blame RSS for anything. Even if they get married, do not get children, then they blame RSS for the same. Meaningless, absurd. RSS means ready for selfless service, the great organization in this country. BJPയിലേക്ക് യുവാക്കൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇതാണ് സ്ഥിതി. കേരളത്തിന്റെ വികസനത്തിന് മുന്തിയ പരിഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തിന് BJPയുടെ വളർച്ച അത്യാവശ്യമാണെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയ്ക്ക് കാസർകോട്ട് സ്വീകരണം നൽകി. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത്. ദേശീയ നേതാക്കളടക്കം നിരവധി നേതാക്കൾ പ്രസംഗിച്ചു. വിമോചന യാത്രയ്ക്ക് കാസർകോട്ട് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. സുധാമ ഗോസാഡ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PK കൃഷ്ണദാസ്,
MT രമേശ്, ശോഭ സുരേന്ദ്രൻ, M സഞ്ജീവ് ഷെട്ടി, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, പ്രമീള സി നായക്, VV രാജൻ, P രമേശ്, K ഹരിചന്ദ്ര, രാമപ്പ മഞ്ചേശ്വരം തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസും CPM-ഉം തേജോവധ രാഷ്ട്രീയവും നിഷേധാത്മക നിലപാടുമാണ് സ്വീകരിക്കുന്നതെന്ന് ജാഥ ലീഡർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ദുഃഖവും പേര് നടക്കുന്ന മനസ്സും ഒക്കെയായി ഈ നാട്ടിലെ ജനങ്ങൾ കഴിയുകയാണ്. ഒരു മാറ്റം അനിവാര്യമാണ്. മാറിയേ പറ്റും. അല്ലെങ്കിൽ ജനങ്ങൾ മാറ്റും. കാരണം ജനങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ട്. ഇത് ജനാധിപത്യമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഇച്ഛയാണ് നടക്കുക. ആർക്കും കേരളത്തിൻ്റെ ഭരണം തീരെഴുതി കൊടുത്തിട്ടില്ല. ഇടതും വലതും വിചാരിക്കുന്നത് ഭരണം ഞങ്ങളുടെ കുത്തകയാണെന്നാണ്. ജനങ്ങൾ പറയുന്നു ഈ ഭരണം ജനങ്ങളുടേതാണ്. അതുകൊണ്ടാണ് ഈ യാത്രയിലുടനീളം ജനങ്ങൾ ഇത്രയധികം വളരെ ആഘോഷത്തോടും ആനന്ദത്തോടും അങ്ങേയറ്റ അഭിമാനത്തോടും കൂടി ഈ വിമോചന യാത്രയെ വരവേൽക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ അപകീർത്തിപ്പെടുത്തുകയും അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് ഇരു പാർട്ടികളുടെയും ശ്രമം. ഇതിനെതിരെയാണ് BJPയുടെ നേതൃത്വത്തിൽ വിമോചനയാത്ര നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ തെക്കിൽപ്പാലത്തിന് സമീപം ബസ് മറിഞ്ഞ് 30ഓളം പേർക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട്ട് നിന്നും കാസർഗോട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. ദേശീയപാതയിൽ തെക്കിൽ പാലത്തിനടുത്തുണ്ടായ ബസ് അപകടത്തിൽ 30ഓളം പേർക്കാണ് പരിക്കേറ്റത്. തെക്കിൽ കാനത്വങ്കാലിലെത്തിയപ്പോൾ ബസ്സിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഒരു വൻ ദുരന്തം ഒഴിവായത്. നിറയെ യാത്രക്കാരുമായി വരികയായിരുന്നു ബസ്. നിയന്ത്രണം വിട്ട ബസ് ഒരു ലോറിക്ക് പിന്നിൽ ആദ്യം കൊണ്ടിടിക്കുകയായിരുന്നു. ഈ സമയം യാത്രക്കാർ പരിഭ്രാന്തരായെങ്കിലും ഡ്രൈവർ ബസ്സിന്റെ വേഗത കുറയ്ക്കുകയും പഴയ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വളവിൽ എത്തിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബസ് മറിഞ്ഞിരുന്നുവെങ്കിലും ഗുരുതര പരിക്കുകൾ ആർക്കുമുണ്ടായില്ല. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലാക്കി. സംസ്ഥാന ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ല ജേതാക്കളായി. നായന്മാർമൂല TIHSS-ലെ കുട്ടികളാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ബുധനാഴ്ച കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ടീമിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ TIHSS നായന്മാർ മൂലക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ആദ്യമായാണ് ഉത്തര കേരളത്തിൽ നിന്നുള്ള ഒരു ടീം ഈ ടൂർണമെന്റിൽ ജേതാക്കളാവുന്നത്. ഫൈനലിൽ കൊല്ലത്തെയാണ് കാസർഗോഡ് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം 127 റൺസ് എടുത്ത് പുറത്തായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ TIHSS 17 ഓവറിൽ ലക്ഷ്യം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഇക്ബാൽ, പ്രിൻസിപ്പാൾ TT മുഹമ്മദ് അലി, ഹെഡ് മിസ്ട്രസ് ലത, S റഫീഖ്, അബ്ദുള്ള കൽപ്പക എന്നിവർ പങ്കെടുത്തു. ടീമിൻ്റെ ക്യാപ്റ്റൻ നിയാസാണ്. 16 പന്തിൽ 37 റൺസ് എടുത്ത് ക്യാപ്റ്റനാണ് ജില്ലയുടെ വിജയം വേഗത്തിലാക്കിയത്. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ നയിക്കുന്ന ഉണർത്തു യാത്രയ്ക്ക് തുടക്കമായി. മുഹമ്മദ് ഫൈസൽ MP യാത്ര ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ ഉണരൂ കേരളമേ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര നടത്തുന്നത്. AK ശശീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, CPI നേതാവ് T കൃഷ്ണൻ, ഉദുമ MLA K കുഞ്ഞിരാമൻ, ജനതാദൾ നേതാവ് രാജു അരയിൽ, വർക്കല രവികുമാർ, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനന്ദക്കുട്ടൻ, മാണി സി കാപ്പൻ, ജോബ് കാട്ടൂർ, ആലിസ് മാത്യു, അഡ്വക്കേറ്റ് CV ദാമോദരൻ, റസാഖ് മൗലവി, അഡ്വക്കേറ്റ് മുജീർ റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ ഉണർത്തുയാത്ര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഉഴവൂർ വിജയന് ആരാധ്യനായ ശ്രീ PP മുഹമ്മദ് ഫൈസൽ കൈമാറിയിരിക്കുന്നു. എനിക്കുറപ്പുണ്ട് ഉദ്ബുദ്ധരായ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് മുന്നേ വരുന്ന ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതേതര വിശ്വാസത്തിന് എന്നും താങ്ങായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഈ സർക്കാർ, പ്രസന്ന സർക്കാർ നടത്തിയിരിക്കുന്ന അഴിമതികളൊക്കെ തന്നെ പട്ടാപ്പകൽ പോലെ ഏത് മനുഷ്യൻ ലജ്ജിച്ചു പോകുന്ന രീതിയിലുള്ള കറപ്ഷൻസ് നടത്തിക്കൊണ്ടുള്ള ഈ ഗവൺമെന്റിനെ പുറത്തെറിയേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനാണ് ജാഥ ലീഡർ. വർഗീയതയ്ക്കെതിരെയും അഴിമതിക്കെതിരെയാണ് യാത്ര നടത്തുന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി ഫെബ്രുവരി 5-ന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും.
കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ മിന്നൽ പണിമുടക്ക് നടത്തി. ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് നെൽസമ്മയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. KGMOയുടെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. ജില്ലാ ആശുപത്രിയുടെ പരിമിതികൾ മനസ്സിലാക്കുക. ചെമ്മട്ടമ്പയിൽ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് നെൽസമ്മയുടെ ക്ലിനിക്കിലാണ് കഴിഞ്ഞ ദിവസം ഒരു സംഘം അക്രമം നടത്തിയത്. ക്ലിനിക്കിൽ നടത്തിയ അക്രമത്തെ ചൊല്ലിയാണ് KGMOയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയത്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലെത്തിയ 4 സംഘം കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മറ്റും അടിച്ചു തകർക്കുകയായിരുന്നു. ഡോക്ടർ നെൽസമ്മയുടെ പരാതിയിൽ പനയാൾ സ്വദേശി മണികണ്ഠൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പിടികൂടില്ലെന്നാരോപിച്ചാണ് ഡോക്ടർമാർ മിന്നൽ പണിമുടക്കിൽ ഏർപ്പെട്ടത്. പക്ഷേ വേറൊരു ആശുപത്രിയിൽ പോവുകയും രോഗി പ്രസവിക്കുകയും ചെയ്തു. ആ കുട്ടിക്കും അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവിടെ ചിലവ് വന്നു. അവർ പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോയി. ഞങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത പേഷ്യൻറ്റിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയും അവിടെ വന്ന ചിലവായിരിക്കാം ഈ അക്രമത്തിന് കാരണം. അവർ വന്ന് തനിയെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ വീട്ടിൽ ചെല്ലുകയും വാതിലടച്ച് ഡോക്ടറെ നന്നായി അസഭ്യം പറയുകയും അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം അടിച്ചു പൊളിക്കുകയും ഡോക്ടറെ വധിക്കുമെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുകയും അവിടെ പുറത്തു വന്ന് ഡോക്ടറുടെ വീടും കാറും ആക്രമിച്ച് പൊളിക്കുകയും ചെയ്തു. മണികണ്ഠന്റെ ഭാര്യ ലതയെ പ്രസവ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചപ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ ഡോക്ടർ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് അക്രമത്തിൽ കലാശിച്ചത്. അക്രമം നടത്തിയ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് KGMOയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. തൊഴിലാളികളുടെ ആനുകൂല്യം കവർന്നെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ജീവനക്കാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. സർക്കിൾ ഓഫീസ് പരിസരത്തായിരുന്നു പരിപാടി. ശമ്പള പരിഷ്കരണ ചർച്ച ഉടൻ ആരംഭിക്കുക, ഒഴിവുകൾ നികത്തുക, സ്ഥാനക്കയറ്റം നൽകുക, ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, സെക്ഷൻ ഓഫീസുകൾ വിഭജിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. AITUC നേതൃത്വത്തിലുള്ള കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സംസ്ഥാന സെക്രട്ടറി VJ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇല്ലാത്ത അവകാശമുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാന വൈദ്യുത ബോർഡിലെ തൊഴിലാളികളുടെ അവകാശാനുകൂല്യങ്ങൾ കവർന്നെടുക്കാനുള്ള പരിശ്രമം. അങ്ങനെ അവർ പറഞ്ഞ ഉടനെ അത് കേൾക്കണം. ഇവിടെ ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ഇല്ലേ? ആ ഗവൺമെന്റിന്റെ കടമ എന്താ? ഒരു റെഗുലേറ്ററി കമ്മീഷൻ, ആ കമ്മീഷൻ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം അതനുസരിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയല്ല. ആ ഗവൺമെന്റ് തൊഴിലാളികളെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാര അവകാശങ്ങളുള്ള ഗവൺമെന്റാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകൾ. ജില്ലാ പ്രസിഡന്റ് സദർ റിയാസ് അധ്യക്ഷത വഹിച്ചു. ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് P. കുമാരൻ, സുബ്രഹ്മണ്യൻ, P. രാജൻ, രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. മുച്ചിലോട്ട് GLP സ്കൂളിലായിരുന്നു പരിപാടി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സാംസ്കാരിക സദസ്സ്. പുരോഗമന കലാ സാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെയും കിഴക്കങ്കര ശാന്തികലാ മന്ദിരത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ NP വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കേരളീയനായിട്ടുള്ള ഇദ്ദേഹം, ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ഇദ്ദേഹം, നടരാജ ഗുരുവിന്റെ അച്ഛനായിട്ടുള്ള ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിനകത്തുള്ള ഇന്നത്തെ ഈ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയും ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വിവേകാനന്ദനോട് ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് വിവേകാനന്ദൻ അന്ന് പറഞ്ഞു കൊടുത്തു. ആരാണ് വിവേകാനന്ദൻ എന്നത് നമ്മൾ പിന്നീട് പഠിക്കണം. നാം ഈ കാണുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യനല്ല അദ്ദേഹം, വേദാന്തം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം സിദ്ധാന്തം അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം ചെറിയ പ്രായത്തിനകത്ത് മരിച്ചുപോയി. അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ നില മാറുമായിരുന്നു. MV രാഘവൻ അധ്യക്ഷനായി. S. ഗോപാലകൃഷ്ണൻ, വിശ്വനാഥൻ, V. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അവഗണനയിൽ വീർപ്പുമുട്ടുന്ന പുല്ലൂർ ഗവൺമെന്റ് ITIക്ക് ശാപമോക്ഷം. ITIയുടെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. 3,10,00,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഉദുമ നിയോജക മണ്ഡലത്തിൽ പുല്ലൂരിൽ അനുവദിച്ച ഗവൺമെന്റ് ITIക്ക് കെട്ടിട നിർമ്മാണം തുടങ്ങി. 3,10,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. P. കരുണാകരൻ MP കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഉദുമ MLA K. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. വ്യവസായിക പരിശീലന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ B. ജസ്റ്റിൻ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. നാരായണൻ, വാർഡംഗം K. ബിന്ദു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. സജിത്ത്,
TV കരിയൻ MV നാരായണൻ, A ദാമോദരൻ, കുഞ്ഞിരാമൻ ബാനാമ്പളപ്പിൽ, CK അരവിന്ദാക്ഷൻ, PK രവീന്ദ്രൻ, ഹെഡ്മാസ്റ്റർ V ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ സ്വാഗതവും പ്രിൻസിപ്പാൾ PK ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ സേവനത്തിന് ഹോമിയോ വകുപ്പ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഇതിനു മുന്നോടിയായി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ജനസമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗങ്ങളും ഒപ്പം പുതിയ രോഗങ്ങളും വെല്ലുവിളി ഉയർത്തുന്ന സന്ദർഭത്തിലാണ് ഹോമിയോപ്പതി വകുപ്പിന്റെ റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെല്ലിന്റെയും നീലേശ്വരം നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊയാമ്പുറത്ത് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. കൊയാമ്പുറം കൃഷ്ണപിള്ള സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി നഗരസഭാ ഉപാധ്യക്ഷ V ഗൗരി ഉദ്ഘാടനം ചെയ്തു. ഏറെ ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്നുള്ളതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി ചികിത്സ ഏറെ നല്ലതാണ്. ഹോമിയോ ആശുപത്രിക്കകത്ത് ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഇന്ന് രോഗം വരുന്നതിന് വേണ്ടി വലിയ കാലതാമസമൊന്നും വേണ്ട. തുടർന്ന് ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധവും നിയന്ത്രണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ P രതീഷ് ക്ലാസ് എടുത്തു. നഗരസഭാ കൗൺസിലർ KP പ്രീത, ഡോക്ടർ നാദിറ, നസീമ M സത്യൻ, KV കുഞ്ഞികൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. പ്രദേശത്തെ നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. തൃക്കരിപ്പൂർ പേക്കടത്ത് സുരേന്ദ്രനും ഭാര്യയ്ക്കും പൊന്നോമനയായി ഒരു തത്ത. ഇണങ്ങിയും പിണങ്ങിയും കുസൃതി കാട്ടിയും ഈ തത്ത സുരേന്ദ്രന്റെ വീട്ടിലെ ഒരംഗം തന്നെയായി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ തൃക്കരിപ്പൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പേക്കടത്തെ ഈ വീടാണ് പൊന്നൂട്ടിയുടെ കൂട്. അവളുടെ കൊഞ്ചലിൽ മക്കളില്ലാത്തതിന്റെ വ്യഥകൾ നിഴലിക്കുന്ന വീട് മുഖരിതമാവുന്നു. ഊണിലും ഉറക്കിലും ദമ്പതിമാരുടെ അരുമയായി അപൂർവ സ്നേഹവാത്സല്യങ്ങൾ ഇഴചേർക്കുകയാണ് ആസ്ട്രേലിയൻ ഓമനത്തത്ത. തൃക്കരിപ്പൂർ KSFE ഓഫീസിലെ ജീവനക്കാരനായ N സുരേന്ദ്രനും പയ്യന്നൂർ നഗരസഭാ ഓഫീസിലെ ജീവനക്കാരിയായ ഭാര്യ K രാധാമണിക്കും പിറക്കാതെ പോയ മകളാണ് പൊന്നൂട്ടി. ഇവരുടെ ദിനചര്യകൾ പൊന്നൂട്ടിയുടേതു കൂടിയാണ്. കിടപ്പറയിലെ കസേരക്കൈയിലാണ് ഉറക്കം. ഉണരുമ്പോൾ അവൾക്ക് അച്ഛനമ്മമാരെ കാണണം. രാവിലെ ഉണർന്ന് തലയിണയിൽ വന്നിരുന്ന് കൊഞ്ചി വിളിക്കും. കൊക്കുകൊണ്ട് ഇക്കിളിയിട്ട് ഉമ്മ കൊടുക്കും. രാധാമണി അടുക്കളയിലെ തിരക്കിൽ അലയുമ്പോൾ പൊന്നൂട്ടി തോളത്തുണ്ടാവും. തിരിഞ്ഞിടുന്ന പച്ചക്കറികളിൽ 1-2 കഷ്ണം അകത്താക്കും. പിന്നെ സുരേന്ദ്രന്റെ ഊഴമാണ്. മുടി ചീകുമ്പോൾ അവളും കണ്ണാടിക്ക് മുന്നിലെത്തും. കമ്പ്യൂട്ടർ തുറന്നാൽ നിറയെ അവളുടെ ചിത്രങ്ങളാണ്. മോണിറ്ററിന് മുകളിൽ കയറിയിരുന്ന് അവളുടെ ഭാഷയിൽ ലൈക്കടിക്കും. വേഷം മാറി വരുമ്പോൾ ടാറ്റ തുടങ്ങും. തോളിൽ കയറിയിരുന്ന് എന്തൊക്കെയോ ആവശ്യപ്പെടും. കടലയും തിനയുമൊക്കെയായി സുരേന്ദ്രന് അതൊക്കെ തിരിച്ചറിയാം. 1-2 ദിവസം മാറി നിൽക്കേണ്ടി വരുമ്പോൾ രാധാമണി അവളെ അമ്മയുടെ വീട്ടിലാക്കും. പൊന്നൂട്ടിക്ക് ഇപ്പോൾ 1 വയസ്സായി. അമ്മയും അച്ഛനും സഹോദരങ്ങളും വീടിന് വെളിയിൽ കൂട്ടിലാണ്. അവർക്കൊന്നും പൊന്നൂട്ടിയുടെ പരിഗണനയില്ല. നിംഫിക്കസ് ജനുസിൽപ്പെട്ട ഏക അംഗമാണ് കൊക്കട്ടിയൽ എന്ന ഈ ഓമനപ്പറവ. കൊക്കാറ്റു കുടുംബത്തിൽപ്പെട്ട കുഞ്ഞനാണ് നിംഫിക്കസ്. ശിരസിലെ തൂവൽ കിരീടവും കണ്ണിനരികെയുള്ള പൊട്ടുമാണ് ഇവയെ തത്തകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. വിവിധ വർണ്ണങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു. നാടൻ കലാ അക്കാദമി അവാർഡ് നേട്ടത്തിലൂടെ നാടിന്റെ അഭിമാനമായി മാറിയ പ്രതിഭകൾക്ക് മാണിയോട്ട് ഗ്രാമത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. ഗുരുപൂജ അവാർഡ് ജേതാവ് അപ്പുക്കുട്ടപ്പണിക്കർ, യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് നന്ദൻ മണക്കാടൻ എന്നിവരെയാണ് ആദരിച്ചത്. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല, കോറസ് മാണിയാട്ട് ലേബേഴ്സ് ക്ലബ്ബ്, കോറസ് കലാസമിതി, ഇൻഡസ് മാണിയാട്ട്, MFC എന്നിവ സംയുക്തമായി നടത്തിയ പരിപാടി സൈമൺ ബ്രിട്ടോ ഉദ്ഘാടനം ചെയ്തു. MV കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. CM വിനയചന്ദ്രൻ, C പ്രദീപൻ, C സുരേശൻ, K സുരേഷ്, MV മഹേഷ്, TV ശോഭിത, TP നാരായണൻ, അപ്പുക്കുട്ടൻ പണിക്കർ, നന്ദൻ മണക്കാടൻ, M അശോകൻ എന്നിവർ സംസാരിച്ചു. രാധാകൃഷ്ണൻ അടുത്തലയുടെ പാഠം 2 ഭാരതം എന്ന കുട്ടികളുടെ നാടക സമാഹാരം പ്രകാശനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കൗവൽ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് M ഗോപാലൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. നന്ദന ഏറ്റുവാങ്ങി. വിജ്ഞാനോത്സവം എന്നൊരു സങ്കല്പം എന്ന് പറയുന്നത് കുട്ടികളെ
പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നൽകുന്ന രീതി എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് തന്നെ അറിവ് നേടുന്ന ഒരു പ്രക്രിയയായി മാറും. അതിൽ കുട്ടികളുടെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ട്. കുട്ടികൾ വെറുതെ ഉത്തരം കേൾക്കില്ല, കുട്ടികൾ അറിവ് നിർമ്മിക്കുന്ന ഒരു ഘടകം അതിലുണ്ട്. കുട്ടികളും അധ്യാപകരും സമൂഹവും ചേർന്നാണ് ഈ പ്രക്രിയ. അതാണ് ഞാൻ ഉത്സവം എന്ന് പറയുന്നത്. രക്ഷിതാക്കളും എല്ലാം ചേർന്ന ഉത്സവങ്ങളായിട്ടാണ് ശാസ്ത്രായുധ പരിഷത്ത് ഇത്തരം ഇതിനെ കണ്ടത്. പി കെ രാജീവൻ അധ്യക്ഷനായി. രാധാകൃഷ്ണൻ അടുത്തില, പ്രദീപ് കൊടക്കാട്, ഇ ഉഷ, പ്രമോദ് അടുത്തില, ടി വി മാധവൻ, കെ രഞ്ജിത്ത്, കെ പ്രമീള, കെ രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തി വിളിച്ചോതി ബിജെപിയുടെ വിമോചന യാത്രയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം. കുമ്മനത്തിന് പതാക കൈമാറി വെങ്കയ്യ നായിഡു യാത്ര ഉദ്ഘാടനം ചെയ്തു. ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. കേരളത്തിൽ ബിജെപി നിർണായക ശക്തിയായി മാറുമെന്നും നായിഡു. അപകടം വിട്ടൊഴിയാതെ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത. നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ഒഴിവായത് വൻ ദുരന്തം. കാൽപന്തിന് പിന്നാലെ ക്രിക്കറ്റിലും വിജയത്തിളക്കം. സംസ്ഥാന ഇന്റർ സ്കൂൾ ക്രിക്കറ്റിൽ ജേതാക്കളായ ജില്ലാ ടീമിന് ഉജ്ജ്വല സ്വീകരണം. അവസാനമില്ലാത്ത യാത്രകൾ. NCPയുടെ ഉണർത്തു യാത്രയ്ക്ക് തുടക്കമായി. സമാപനം ഫെബ്രുവരി 5 തിരുവനന്തപുരത്ത്. പരാക്രമം ഡോക്ടർക്ക് നേരെയും. ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെതിരെ ആക്രമണം. മിന്നൽ പണിമുടക്കുമായി ഡോക്ടർമാർ. ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergodchannel.com. നമസ്കാരം.